അങ്ങനെ ഭഗവധം ഒക്കെ കഴിഞ്ഞു. ഏകചക്ര എന്ന ഗ്രാമത്തിൽ ഭഗവധം കഴിഞ്ഞ് പാണ്ഡവന്മാർ സുഖമായിട്ട് അവിടെ താമസിക്കുക. ഭഗവധം കഴിഞ്ഞു. അപ്പം അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിങ്കൽ അവിടെ വേറൊരു ബ്രാഹ്മണൻ വന്നു ചേർന്നു. ഈ ബ്രാഹ്മണൻ ദേശസഞ്ചാരിയാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ അവിടെ വന്നു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കൂടി അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് പല കഥകളും പറയാൻ തുടങ്ങി. അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങൾ, അവിടുത്തെ സവിശേഷതകൾ, അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകതകൾ, അങ്ങനെ ഒരു സഞ്ചാരി, ഒരു ട്രാവലോഗ്. അതെ, ഇപ്പോൾ സന്തോഷ് ജോൺ കുളങ്കരയുടെ റോള്, സാഹിത്യത്തിലാണെങ്കിൽ മുമ്പ് SK പൊറ്റേക്കാട്ടിൻ്റെ റോള്, സഞ്ചാര സാഹിത്യം. അതെ, സഞ്ചരിക്കുന്ന ബ്രാഹ്മണൻ ഓരോ രാജ്യങ്ങളിലെ വിശേഷങ്ങൾ ട്രാവലോഗ് പോലെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാന കാര്യം ഈ പാഞ്ചാല ദേശത്തുള്ള കാര്യങ്ങളായിരുന്നു. ദ്രുപദൻ എന്ന രാജാവിൻ്റെ ദേശത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞപ്പോൾ ദ്രൗപദിക്ക് സ്വയംവരം ഏതാണ്ടായിണ്ട്. അപ്പോൾ ദ്രൗപദിയുടെ കാര്യങ്ങൾ പറഞ്ഞു, പാഞ്ചാല രാജാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെയാണ് ദ്രൗപദി ഉണ്ടായത്? ഇവിടെ നമ്മൾ മുമ്പത്തെ ഒരു കഥ, അതായത് ദ്രോണനും ദ്രുപദനും തമ്മിൽ ഒരു കലഹം ഉണ്ടാവുകയും കലഹത്തിൻ്റെ ഫലമായിട്ട്, കലഹം എന്ന് പറഞ്ഞാൽ ദ്രുപദൻ്റെ രാജ്യത്ത് ദ്രോണൻ സഹായം അഭ്യർത്ഥിച്ചു ചെന്നു. പഠിക്കുന്ന കാലത്ത് ദ്രുപദൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ദ്രോണന്, രാജ്യം എൻ്റെ രാജ്യം തനിക്കും കൂടി ഉള്ളതാണ്. ദ്രുപദൻ ദ്രോണനെ അപമാനിച്ചു വിട്ടു. സഖ്യ അതൊന്നും പറ്റില്ല. അങ്ങനെ ദ്രോണൻ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും വിദ്യ അഭ്യസിപ്പിച്ചതിന് ശേഷം അവരെ കൊണ്ട് ദ്രുപദനെ കീഴടക്കി പാഞ്ചാല രാജ്യത്തിൻ്റെ പകുതി ഇങ്ങോട്ട് വാങ്ങിച്ചു. അന്ന് ദ്രുപദന് ദ്രോണനോട് പക തുടങ്ങി, വേദന തുടങ്ങി. ഇയാളെ ഇല്ലാണ്ടാക്കാൻ എന്താണൊരു വഴി എന്ന് ആലോചിച്ച് ദ്രുപദൻ ഇങ്ങനെ നടക്കുക. അങ്ങനെ ദ്രുപദൻ നടക്കുമ്പോൾ ഗംഗയുടെ യമുനയുടെ തീരത്തോടെയൊക്കെ സഞ്ചരിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിൽ ചേർത്ത് ചെന്നപ്പോൾ അത് യാജൻ എന്നും ഉപയാജൻ എന്നും പേരുള്ള രണ്ട് ജ്യേഷ്ഠാനുജന്മാരാ. യാജൻ ജ്യേഷ്ഠൻ, ഉപയാജൻ അനുജൻ, ഇവരുടെ ആശ്രമമാണ്. അവിടെ ചെന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തിരക്കിടില്ല എന്ന് തോന്നി. ദ്രുപദൻ അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവരോട് പറഞ്ഞു, സൽക്കാരമൊക്കെ ചെയ്തു. അപ്പോൾ ദ്രുപദൻ രണ്ടാളെയും നോക്കി. അപ്പോൾ യാജനും ഉപയാജനുമാണ്. ഈ ഉപയാജനെയാണ് ദ്രുപദനെ കൂടുതൽ പിടിച്ചത്. അദ്ദേഹത്തോടെ ഒരു വാത്സല്യം. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങേ പുരോഹിതനായിട്ട് ഭരിക്കാം. ആ ദ്രോണല്ലേ, ദ്രോണൻ, അവനെ കൊല്ലത്തക്ക രീതിയിൽ എനിക്കൊരു പുത്രൻ ഉണ്ടാവണം. അതിന് എന്താ യജ്ഞം അങ്ങ് അത് ചെയ്തു തരണം. അങ്ങേക്ക് ഞാൻ അനവധി ധനം തരാം, പശുക്കളെ തരാം, എന്ത് വേണമെങ്കിൽ അതൊക്കെ തരാം. അർബുദം പശുക്കളെ തരാം. അർബുദം എന്ന് പറഞ്ഞൊരു സംഖ്യയാണ്, കണക്കറ്റതെന്ന് അർത്ഥം. ക്യാൻസറിന് അർബുദം എന്ന് പേര് വരാൻ കാരണം ക്യാൻസർ സെല്ല് കണക്കറ്റ് പെരുകണം, അതാണ് അർബുദം. അർബുദം ഒരു സംഖ്യയാണ്, അത് തരാം. ഉപയാജൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യില്ല. ഈ ദ്രോണനെ സംഹരിക്കാൻ വേണ്ടി ഒരു പുത്രനുണ്ടാക്കാനുള്ള യജ്ഞം ഞാൻ ചെയ്യില്ല. സംശയം വേണ്ട, എനിക്ക് ലോകം മുഴുവൻ തന്നാലും ശരി, ആ പണി എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രുപദൻ ലേശം ഒന്ന് ഡിപ്രസ്ഡായി. പക്ഷെ അദ്ദേഹം അമ്പേങ്ങട്ട് നിരാശനായില്ല, അത് വിഷാദരോഗത്തിലേക്ക് മാറിയില്ല. നിരന്തരം ഈ ഉപയാജനെ അവിടെ താമസിപ്പിച്ച് ശുശ്രൂഷിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ദ്രുപദനോട് ഉപയാജൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇത് ചെയ്യില്ല. അങ്ങ് വേണമെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ സമീപിച്ചു നോക്കും. അവനെന്താ വെച്ചാൽ അവനങ്ങനെ നോട്ടൊന്നുമില്ല ചേട്ടന്. അദ്ദേഹം ഒരിക്കൽ നടന്നു വരുമ്പോൾ അശുദ്ധി ബാധിച്ചൊരു സ്ഥലത്ത് കിടക്കണ പഴം എടുത്ത് തിന്നണ കണ്ടു. അത് ഏതോ കിളി കൊത്തിയതോ അതായിരുന്നു. മാത്രമല്ല പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഉച്ചിഷ്ടം ഭക്ഷിക്കാറുള്ള ആളാണ്. വേറെ ആൾ തിന്നെൻ്റെ ബാക്കിയൊക്കെ ഭക്ഷിക്കും. ഇങ്ങനെ നോക്കാനില്ല, കാശ് കിട്ടുന്നുണ്ടാവാൻ അദ്ദേഹം ചിലപ്പോൾ യജ്ഞം ചെയ്തു തരും. അങ്ങൊരു കാര്യം ചെയ്യുമോ, യാജനെ സമീപിക്കുമോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ യാജനെങ്കിൽ യാജൻ എന്ന് വിചാരിച്ച് ദൃഷ്ടദ്യുമ്ന, അല്ല മറ്റേ ഇയാൾ ദ്രുപദൻ യാജൻ ഇങ്ങനെ ഒരു യജ്ഞം. ദ്രോണനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവണം, അതെ, അതിനൊരു യജ്ഞം ചെയ്യണം, അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് 80,000 പശുക്കളെ തരാം, അത് തരാം, നാണ്യം തരാം, മറ്റേത് തരാം, മറിച്ച് തരാം എന്നൊക്കെ കാശ് എത്ര മണി തരാം. ശരി, ഈ കാര്യം ചെയ്യിച്ചു, ഞാൻ ചെയ്യാം യജ്ഞം എന്ന് യാജൻ പറഞ്ഞു. അപ്പോൾ പിന്നെ യജ്ഞത്തിന് വേണ്ട കാര്യം, ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കണവരെ ദ്രുപദൻ യജ്ഞത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി സഹായിയായിട്ട് മറ്റൊനെയും കൂട്ടി, ഒരനിയനെ ഉപയാജനെ കൂട്ടി, രണ്ടാളും കൂടി യജ്ഞം ചെയ്യാനുള്ള ഒരു കൈ.
യജ്ഞം ചെയ്യാനുള്ളൊരുക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യജ്ഞത്തിൽ ഹോമങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്തു. തീ ഇങ്ങനെ ജ്വലിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാന ചടങ്ങ് നടക്കേണ്ട സമയത്ത് ജപിച്ച സാധനം ഹോമിക്കേണ്ട സമയത്ത് ഈ യാജൻ വിളിച്ചു, അങ്ങയുടെ ഭാര്യ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ അപ്പം വരാം, എൻ്റെ ശരീരത്തിൽ ഞാൻ കുളിച്ച് ശുദ്ധമായില്ല, എൻ്റെ ശരീരത്തിൽ തലേ ദിവസം പൂശിയ അംഗരാഗം കുറിക്കൂട്ട് ബ്യൂട്ടി അതെ ഫേഷ്യൽ ചെയ്ത് എൻ്റെ ഗന്ധമുണ്ട് എൻ്റെ ശരീരത്തിൽ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് പോട്ടെ, അതൊക്കെ പോയി കുളിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. നീ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ ജപിച്ച ഹോമദ്രവ്യം ഈ പുരോഹിതൻ ഇരിക്കാട് അഗ്നിയിലേക്ക് ഹോമിച്ചപ്പോൾ അതിൽ നിന്ന് ആദ്യം ആ അഗ്നിയിൽ നിന്ന് ഒരാളുണ്ടായി. അഗ്നിയിലുള്ള അയാൾക്ക് ചട്ടയുണ്ട്, കയ്യിൽ അമ്പും വില്ലുണ്ട്, ആകെ ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭയുണ്ട്. അദ്ദേഹം തീന്ന് ഇങ്ങോട്ട് എനിക്ക് വന്നിട്ട് അവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ടായിരുന്നു. ജനിച്ച ഉടനെ തന്നെ ആ കുതിര എടുത്ത് 4 ഓടിക്കാനോട് ഓടിച്ചു ഉത്തര അവിടെ ബലേ ഭേഷ് ബലേ ഭേഷ് എന്ന് പറയാൻ തുടങ്ങി. അവിടെയുള്ള പാഞ്ചാല ദേശക്കാരൊക്കെ ഒരാളവിടുന്ന് ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രണ്ടാമതൊരു സ്ത്രീ ഉണ്ടായി. ആ സ്ത്രീക്ക് അതിസുന്ദരിയാണ്, കറുത്ത നിറമാണ്. അവരുടെ ശരീരത്തിൽ നിന്നും ഉൽപ്പലത്തിൻ്റെ ഗന്ധം, നീലോൽപ്പലത്തിൻ്റെ ഗന്ധം ഇങ്ങനെ വെളിപ്പാട് ദൂരം വ്യാപിച്ചിരുന്നു. അങ്ങനെ മനോഹരമായിട്ടൊരു കന്യകയുണ്ടായി. അപ്പോൾ അങ്ങനെ അപ്പോൾ അഗ്നിയിൽ നിന്ന് നേരിട്ടുണ്ടാവുക, തീയിൽ നിന്ന് നേരിട്ടുണ്ടാവുകയാണ്. അപ്പോൾ പുത്രനെ ആദ്യമുണ്ടായ പുരുഷപ്രജയ്ക്ക് ധൃഷ്ടദ്യുമ്നൻ എന്ന് യാജൻ ആ പുരോഹിതൻ നാമകരണം ചെയ്തു. ധൃഷ്ടത്വാൽ ദ്യുമ്നം ത്വാൽ, അതാണ് ധൃഷ്ടം എന്ന് പറഞ്ഞാൽ ആ പ്രൗഢി പ്രഗത്ഭത, അതെ ധൃഷ്ടൻ. ദ്യുമ്നം എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ധൃഷ്ടത്വം കൊണ്ടും ദ്യുമ്നത്വം കൊണ്ടും അദ്ദേഹത്തിന് ധൃഷ്ടദ്യുമ്നൻ എന്ന് പേരിട്ടു. പറയാൻ ഇത്തിരി ക്ലേശമുണ്ട്, ധൃഷ്ടദ്യുമ്നൻ. അതെ. രണ്ടാമത്തെ ഉണ്ടായ പുത്രി കൃഷ്ണ. ആ കൃഷ്ണയ്ക്ക് കറുത്ത നിറമാണ്, അതുകൊണ്ട് കൃഷ്ണ എന്ന് പേരിട്ടു. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുത്തതെന്ന് അർത്ഥം. അപ്പോൾ കൃഷ്ണ അങ്ങനെയാണ് ഈ ദ്രോണരെ സംഹരിക്കാൻ വേണ്ടി ചെയ്ത യജ്ഞമാണ്. ദ്രോണരെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തോട് കിടനിൽക്കുന്ന, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയെങ്കിൽ അദ്ദേഹത്തെ ശക്തിയുള്ള ആളാവണം, ഒരാളുണ്ടാവണം. ആ ദ്രുപദൻ്റെ പക തീർക്കാനാണത്. അതിനുവേണ്ടി ഹോമം ചെയ്തുണ്ടായ ആളാണ് ധൃഷ്ടദ്യുമ്നൻ. ആ ഹോമാഗ്നിയിൽ നിന്നുണ്ടായ ധൃഷ്ടദ്യുമ്നൻ്റെ സഹോദരിയാണ്, പാഞ്ചാല രാജാവിൻ്റെ പുത്രിയാണ് പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി. അതാണ് അവർക്ക് കൃഷ്ണ എന്നാണ് പേരിട്ടത്. അപ്പം അങ്ങനെ ദ്രൗപദിയുടെ സ്വയംവരം ഏതാണ്ടായിണ്ട് എന്ന് ആര് പറഞ്ഞു? ഈ വന്ന ബ്രാഹ്മണൻ. അദ്ദേഹം ഈ പല കഥകളും പറയുന്ന കൂട്ടത്തിൽ ഈ കഥയും പറഞ്ഞു. അപ്പോൾ ദ്രൗപദിയുടെ സ്വയംവരം ഏതാണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള കഥ പറഞ്ഞു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ, ഈ ഇൻഫർമേഷൻ, ഈ ഡാറ്റ മുഴുവൻ കുന്തിക്ക് കിട്ടി. കുന്തി കേൾക്കുന്നുണ്ട് ഈ കഥ. കുന്തി മക്കളോട് പറഞ്ഞു, നമ്മളിപ്പോൾ കുറേ കാലമായി ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് താമസിക്കുന്നു. നമ്മളിനിപ്പോൾ ഇനി ഇവിടെ കുറേ കാലം താമസിക്കുന്നത് അനുചിതമാണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഇപ്പോൾ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്തെന്ന് പാഞ്ചാല രാജദേശത്ത് പാഞ്ചാല രാജകുമാരിക്ക് സ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം യുധിഷ്ഠിര, നമുക്ക് അങ്ങോട്ട് പോവാം, പതുക്കെ നമുക്ക് പാഞ്ചാല ദേശത്തേക്ക് നീങ്ങിയാലോ എന്നൊരു അഭിപ്രായം കുന്തി പുറപ്പെടുവിച്ചു. അപ്പോൾ പാഞ്ചാലിയുടെ അല്ലെങ്കിൽ ദ്രൗപദിയുടെ അല്ലെങ്കിൽ ധൃഷ്ടദ്യുമ്നൻ്റെ സഹോദരിയുടെ അല്ലെങ്കിൽ ദ്രുപദ രാജാവിൻ്റെ പുത്രിയുടെ അല്ലെങ്കിൽ പാർശ്വതിയുടെ ഈ വർണ്ണന കേട്ടപ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഞാൻ പിന്നെ തിരക്കിടില്ല, സ്വയംവരത്തിന് നമ്മളെ കിട്ടിയാലോ, നമുക്ക് ദ്രൗപദിയെ കിട്ടിയാലോ എന്ന് തീരുമാനിച്ച് അവരൊക്കെ കൂടി വളരെ സാവധാനത്തിങ്കൽ ആ ഗ്രാമത്തിൽ നിന്ന് വിട്ട് ഏകചക്ര എന്ന ഗ്രാമത്തിൽ നിന്ന്, അവിടെ 1 മാസം താമസിക്കാനാണ് വേദവ്യാസ മഹർഷി വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അവരോട് പറഞ്ഞത്. ഏകചക്ര എന്ന ഗ്രാമത്തിൽ നിന്ന് പതുക്കെ അവർ എവിടേക്ക് പോകാൻ തുടങ്ങി? പാഞ്ചാലദേശം ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങി. അപ്പോൾ പാഞ്ചാലദേശത്ത് ഈ ദ്രൗപദി എന്ന് പറയുന്നതിന് ദ്രൗപദിയുടെ കഥ, ദ്രൗപദി സ്വയംവരത്തിൽ പങ്കെടുക്കാൻ സ്വതേ ക്ഷത്രിയന്മാരാണ് സാധാരണഗതിയിൽ സ്വയംവരത്തിൽ പങ്കെടുക്കുക. ക്ഷത്രിയന്മാർ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് ഇവർ പാണ്ഡവന്മാരാന്ന് പറയാൻ പാടില്ല. ഇവരുടെ ഐഡൻറ്റിറ്റി, അതായത് അരക്കില്ലത്തിൽ താമസിച്ച് ഇവർ ദഹിച്ചുപോയി എന്ന വാർത്തയാണ് നാട്ടിൽ മുഴുവൻ പരന്നിട്ടുള്ളത്. അപ്പോൾ ഇവരൊരിക്കലും ആരാന്ന് അറിയില്ല.